അവനെ പോലെ ഒരു ലോകത്തില്ല. അവനെ ഇങ്ങനെ സേവിച്ചുകൊണ്ട് കിടക്കുന്നവരാ, തള്ളയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരാ. സ്വന്തം തള്ളയെ കൂട്ടി കൊടുക്കുന്നവനാ മോദിയെ ഉണ്ടാക്കിക്കൊണ്ട് കിടക്കുന്നത്. അവനെ പോലെ ഒരു ലോകം കണ്ട ഏറ്റവും കണ്ട ഫ്രോഡാണ് മോദി. അങ്ങനെയൊക്കെ തോന്നൂടെ? എല്ലാവർക്കും നമസ്കാരം. തെറി വിളിക്കാൻ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ അത് എവിടെ, എപ്പോ, എങ്ങനെ വിളിക്കുന്നു എന്നതിലാണ് നമ്മുടെ ഒരു ക്വാളിറ്റി ഇരിക്കുന്നത്. ഞാൻ തെറി വിളിച്ച് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പച്ച കാട്ടവരാ തന്തയ്ക്കും തന്തരന്തയ്ക്കും മുത്തിക്കും മുത്തിക്കും വീഡിയോയിൽ ഞാൻ പലരെയും വിളിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ വിളിക്കുന്ന ആൾക്കാർ അത് കേൾക്കാൻ അർഹതയുള്ളവരായിരിക്കും. ഒന്നുകിൽ കണ്ട കാട്ടവരാധം ചെയ്ത് പാവപ്പെട്ട ഭർത്താക്കന്മാരെ തേച്ചിട്ട് പോകുന്ന ഭാര്യമാരായിരിക്കും, അല്ലെങ്കിൽ ഭാര്യമാരെ തേച്ചിട്ട് പോകുന്ന ഭർത്താക്കന്മാരായിരിക്കും, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളടക്കം ഉപദ്രവിച്ചവരായിരിക്കും, സ്ത്രീകളോട് മോശമായി പെരുമാറിയവരായിരിക്കും. ഇങ്ങനെ കാട്ടവരാധം തന്തയില്ലായ്മ ചെയ്യുന്നവരായിരിക്കും ഞാൻ എപ്പോഴും തെറി വിളിച്ചിട്ടുള്ളത്, തെറി വിളിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ ഒരാളെ ഞാൻ തെറി വിളിച്ചിട്ടില്ല. കാട്ടവരാധം ഒരു പെൺകുട്ടിയോടെ, ഒരു കുട്ടിയോട്, അല്ലെങ്കിൽ ഒരു പുരുഷനോടോ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും തന്തയില്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ തെറി വിളിച്ച് തന്നെ വീഡിയോ ചെയ്യും. അതിൽ വേറെ ഒരു മാറ്റമില്ല. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയോ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോ ചുമ്മാ ആവശ്യമില്ലാതെ കയറിയിട്ട് അവർ കാട്ടവരാധികളാണ്, അവർ മോശമാണ്, അവർ തന്തയില്ലാത്തവരാണ്, അവർ മറ്റേ പെണ്ണുടിയന്മാരാണ്, ഈ ഒരു സെറ്റപ്പിൽ വളരെ മോശമായ രീതിയിലൊന്നും ഇന്നേ വരെ ജീവിതത്തിൽ പറഞ്ഞിട്ടുമില്ല, ഇനി പറയത്തുമില്ല. ഇനി അവർ അത്രയ്ക്ക് മോശമായ എന്തെങ്കിലും കാട്ടവരാധ സ്വഭാവ പരിപാടി ചെയ്ത് തെളിവ് സഹിതം പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം സംസാരിക്കാം. അല്ലാത്ത പക്ഷം ഈ പ്രധാനമന്ത്രി അടക്കം വെറും അപരാധിയാണെന്നുള്ള രീതിയിൽ വളരെ മോശമായ മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ വീഡിയോ ചെയ്ത ഷെഫീന ബീബിയെ പോലെയുള്ളവരെ എനിക്കൊന്നും പറയാനില്ലേ. ഇവരെ വിചാരം ഞാൻ ഗർസുള്ളവളാണ്, ഞാൻ മറ്റേവളാണ്, ഞാനാണ് കേരളം ഭരിക്കുന്നത് എന്നൊക്കെയുള്ള സ്വയമേയുള്ള ഒരു തോന്നലും കൊണ്ട് അവരങ്ങ് ഇരിക്കുകയാണ്. അവർക്കൊരു വിചാരമുണ്ട്, അവരാരും ഒന്നും ചെയ്യത്തില്ല, പോലീസുകാരും കേസെടുക്കത്തില്ല, നിയമവും ഒന്നും ചെയ്യത്തില്ല എന്നിട്ടുള്ള ഒരു വിചാരം അവർക്കുണ്ട്, ചില കൺസിഡറേഷൻ കാരണം. ഓക്കെ, അത് വെച്ച് തന്നെയാണ് അവർ മുതലെടുപ്പ് നടത്തി ഇവിടെ മാസ് കാണിക്കാൻ ഇറങ്ങുന്നത്. ക്ലബ് ഹൗസ് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് കാട്ടവരാധം, അതും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ പ്രധാനമന്ത്രി ചെയ്ത ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ചെയ്ത എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ കാര്യങ്ങളോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വളരെ മാന്യമായിട്ട് വിമർശിക്കാം. അല്ലാണ്ട് വന്നിരുന്നിട്ട് അങ്ങേരെ മറ്റേ അപരാധിയാണ് എന്നുള്ള രീതിയിൽ അത്രയും മ്ലേച്ഛകരമായിട്ട് ഇത്രയും ചീത്ത വിളിക്കുന്ന ഇവരെ പോലുള്ളവർ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങളിൽ കുറച്ചു പേര് പറയും അത് പ്രധാനമന്ത്രി തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഷെഫീന ബീബി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറയുന്നവരുടെ എനിക്ക് പറയാനുള്ള തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാം, വിമർശിക്കാം. അല്ലാതെ മറ്റേ അവരാളല്ല വിളിച്ചു പറയണ്ടേ. ഇനി ഇപ്പൊ വല്ല പെൺപിള്ളാരോടെ, പെൺകുട്ടികളോടെ, അല്ലെങ്കിൽ കുട്ടികളോടെ എന്തെങ്കിലും മോശമായിട്ട് ഈ പറയുന്ന പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ പെരുമാറിക്കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ കയറി ചീത്ത വിളിക്കാം, അപ്പൊ നമുക്ക് ചോദിക്കാം. അല്ലാണ്ട് ഒരു കാരണമില്ലാതെ വന്നിരുന്ന പ്രധാനമന്ത്രിയെ തന്തയ്ക്ക് മുത്തിക്കും ഇനി അങ്ങനെ പെണ്ണിനെ വര വെച്ച് പറഞ്ഞു അമ്മാതിരി രീതിയിൽ കാട്ടവരാധം വിളിച്ചു പറഞ്ഞു. ഈ ഷഫീനെ പോലുള്ള വൃത്തികെട്ട മൈൻഡ് സെറ്റ് നിറഞ്ഞ സ്ത്രീകൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, ഇത് ചെറിയൊരു കേസല്ല. ഇവര് ഇങ്ങനെ കടിഞ്ഞൂല വിട്ട് പൊട്ടി മറ്റേ പട്ടം പൊട്ടി നൂല് പൊട്ടി പറന്നു പോലെ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു നടപടിയൊക്കെ ശക്തമായിട്ട് ഉണ്ടാകുമെന്നൊക്കെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ പച്ച പൂര ആവാസം തെറിവിളിയും ഷെഫീന ബീബി നടത്തിയത് നമുക്കൊന്ന് കണ്ടുകൊണ്ട് കേൾക്കാം. അവനെ പോലെ ഒരു ലോകത്തില്ല. അവനെ ഇങ്ങനെ സേവിച്ചുകൊണ്ട് കിടക്കുന്നവരാ, തള്ളയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരാ. സ്വന്തം തള്ളയെ കൂട്ടി കൊടുക്കുന്നവനാ മോദിയെ ഉണ്ടാക്കിക്കൊണ്ട് കിടക്കുന്നത്. അവനെ പോലെ ഒരു ലോകം കണ്ട ഏറ്റവും കണ്ട ഫ്രോഡാണ് മോദി. അങ്ങനെയൊക്കെ തോന്നൂടെ? അങ്ങനെയൊക്കെ തോന്നൂടെ? അല്ല, അത് കൊള്ളണവിടെ, അത് കൊള്ളണ്ടേ? ഞങ്ങളൊക്കെ ഒരു തന്തയ്ക്ക് ഉള്ളവരാണ്. തന്ത ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ പിണങ്ങിയൊക്കെ പോയായിരിക്കും. പക്ഷെ പല തന്തയ്ക്കുണ്ടാക്കിയ ആറാം കുട്ടികളാണ് അവനെ ഊക്കിക്കൊണ്ട് കിടക്കുന്നത്. തള്ളയാലും കുഴപ്പമില്ല, മോദിയാണ് എന്റെ തന്തയെന്ന് പറയുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? അതെങ്ങനെയുണ്ട്? അത് കൊള്ളായിരുന്ന. ശബരിമലയിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സുപ്രീം കോടതി കൊള്ളത്തില്ല. അവനവന്റെ മോദിയുടെ പറഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, സുപ്രീം കോടതി കൊള്ളാം. നല്ല ഒന്നാം തരം എന്റെ കാര്യം പറയല്ലേ? അത് പറഞ്ഞ തത്തയ്ക്ക് വിളിക്കല്ലേ, ഞങ്ങൾ തിരിച്ചും പറയും. എന്റെ അടുത്ത് പറഞ്ഞ ആളുകളെ വെടിവെച്ചും കുത്തി കൊല്ലുന്ന പട്ടി അടുത്ത് ഈ ഏരിയയിൽ അങ്ങ് വന്നു വരുന്നു പറ. അവന്റെ ബാലാട്ടി പട്ടികൾ വന്നാൽ അവരെ ഇതേ അവസ്ഥ തന്നെയാണ്. തന്തയ്ക്ക് പറയും നിങ്ങൾ അമ്മയെ കുത്തി കൊടുത്ത പല തന്തയ്ക്കുണ്ടായ ഇങ്ങനെയൊക്കെ തോന്നൂടെ? ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ തയ്യാറിനിടെ. ഈ കൊല്ലാനാണെങ്കിൽ ഞാൻ തയ്യാറിനിടെ. എനിക്ക് വൈഡേ, ഞാൻ തളർന്ന് ഞാൻ വിചാരിച്ചു ഞാനൊക്കെ ആയിരിക്കും തെറിവിളിയിൽ ഉസ്താദ്. ഞാൻ തോറ്റു. ഞാൻ എൻ്റെ കിരീടവും വാളും വെച്ച് കീഴടങ്ങി. ഇനി എനിക്കില്ല, ഇനി എനിക്കൊരു സാമ്രാജ്യം ഇല്ല. ഷെഫീനെ കൊണ്ടുപോയി എന്നായിരുന്നല്ലോ. എനിക്കറിയത്തില്ല ഇവരെന്തിനാണ് പ്രധാനമന്ത്രിക്ക് ഇത്രയും പച്ചത്തെറി പറയുന്നതെന്ന്. ഓക്കെ, ഇവരെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നു എന്തോ പ്രധാനമന്ത്രി ഇവർക്ക് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു, ഇവരെ ചതിച്ചു എന്നുള്ള ഒരു സെറ്റപ്പാണ് ഇവരെ സംസാരം കേട്ടാൽ തോന്നുന്നത്. സീരിയസ്ലി
എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് മിക്കവാറും ഇവർക്കെതിരെ നല്ല വള്ളി വരാനുള്ള ചാൻസ് ഉണ്ട്. നല്ല വള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടപടലം തേഞ്ഞിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ആപ്പോപ്പ കേസൊന്നുമില്ല, പച്ച അപരാധമാണ് വിളിച്ചു പറയുന്നത്, പച്ച അപരാധം. ഓക്കെ, ഇത് മിക്കവാറും അണ്ണാക്കിൽ ഡബ്ബർ മുട്ടായി ഒട്ടുമെന്ന് തന്നെ തോന്നുന്നു. എന്തായാലും ഇനി നമ്മുടെ പ്രമുഖ ബിഗ് ബോസ് താരമായിട്ടുള്ള ജാൻമണി ദാസ് പ്രൊട്ടസ്റ്റിനൊക്കെ പോയപ്പോൾ അത്യാവശ്യം പോസിറ്റീവോടെ തിരിച്ച് കളത്തിലേക്ക് വന്നപ്പോഴാണ് അടുത്ത് പ്രധാനമന്ത്രിയെ ഊക്കിയിരിക്കുന്നു. ഇന്നാ പിടി അമ്മച്ചിയുടെ മാവുകൾ ഇന്നാ പോയി, അതൊരു വഴിക്ക് പോയിട്ട് അടുത്തിപ്പുറത്ത് മാപ്പുമായിട്ട് വന്നിട്ടുണ്ട്. സഫീണ പപ്പ മാപ്പുമായിട്ട് വരുമോ അതോ കോപ്പമായിട്ട് പോവോ ദൈവത്തിനറിയാം. എന്തായാലും നടപടികളൊക്കെ മിക്കവാറും ഉണ്ടാവും തോന്നുന്നു. ആരെങ്കിലും ഒക്കെ പരാതി കൊടുക്കും. എനിക്ക് വയ്യ, ഞാനിതിന്റെ പിന്നാലെ ഒന്നും നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചാണകം ചവിട്ടി ഒന്നാറ് എനിക്ക് നാറാൻ വയ്യേ, നാറാൻ വയ്യാത്തോണ്ടാ, സത്യമുള്ള കാര്യം പറയാം. ഇനി ജാൻമണി ദാസ് പറയൂ, പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞ ആ വളരെ ചടുലമായ വാക്കുകൾ കേൾക്കട്ടെ. എന്റെ മുടിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ, കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എന്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാടകം കാണിക്കാൻ എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാക്കല അവന്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം. ഈ കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. ഓക്കെ, ആയിക്കോട്ടെ. കേരളത്തിൽ BJP നിങ്ങൾക്ക് താല്പര്യമില്ല, എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. അത് മാന്യമായിട്ട് പറയാം. അല്ലാതെ പ്രധാനമന്ത്രി വന്നിരുന്നു ഹായ് ഫ്രണ്ട്സ്, അത് ഏതാ കളവൻ തമ്പാക്കം കുത്തിക്കയറ്റിക്കൊണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഈ പറയുന്നത്. ആ ഒരു ബോധമുണ്ടോ ജാൻമണി ദാസ്? ലിയോ ദാസ് എന്നാണ് വിചാരം. ജാൻമണി ദാസിന് ലിയോ ദാസ് കിടയാത്. അയ്യോ, വിചാരവും സംസാരവും ഇരിക്കുന്ന ഇരിപ്പുവശം കണ്ടു കഴിഞ്ഞാൽ ലിയോ ദാസ് താഴത്തില്ലടാ അന്ത സെറ്റപ്പ് എന്ന് തോന്നും. ഇല്ല, ഒരിക്കലും ഇല്ല, വെറും ജാൻമണി ദാസ്. എന്തായാലും കൊച്ചുപ്രേമൻ എന്ന് പറഞ്ഞാണ് നാട്ടുകാർ കളിയാക്കിക്കൊണ്ടിരുന്നത്. അത് പിന്നെ പ്രൊട്ടസ്റ്റിൽ പോയി സപ്പോർട്ടൊക്കെ ചെയ്തപ്പോൾ നാട്ടുകാർ നല്ല പോട്ട് എങ്ങനെ കൊള്ളാം, വീണ്ടും തിരിച്ചേറിപ്പോയി. എന്തുവാടേ ഇതിപ്പോൾ BJP-ക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സപ്പോർട്ട് കിട്ടും, ഉള്ളതാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാന്യമായിട്ട് പറയുക. നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പറയുന്ന സമയത്തോ നമ്മളത് സംസാരിക്കേണ്ട രീതി സംസാരിക്കണം. ചെറ്റത്തനം കണ്ടാൽ ചെറ്റത്തനം എന്ന് പറയണം. ഇത് പ്രധാനമന്ത്രി, അതും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഹായ് ഫ്രണ്ട്സ് എന്നൊന്ന് തമ്പാക്കം വെച്ചുകൊണ്ടിരിക്കണം. അടുത്ത് അങ്ങനെ തന്താരെന്ന് അങ്ങനെ കണ്ടുപിടിക്കട്ടെ. ഈ ഒരു സെറ്റപ്പിലൊക്കെ ഒന്ന് വളരെ മ്ലാച്ഛമായിട്ട് ജാൻമണി ദാസിനെ പോലെയുള്ളത് സംസാരിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. നടപടി എടുത്തേ പറ്റത്തുള്ളൂ. എന്തായാലും കേസായിട്ടുണ്ട്, മിക്കവാറും അറസ്റ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ അതുപോലെ നടക്കുമെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. നമ്മൾ തെറി വിളിക്കുന്ന വലിയ അലങ്കാരമൊന്നുമല്ല. പിന്നെ ചില വീഡിയോകൾ, ചില കണ്ടന്റുകൾ തന്തയില്ലാത്തനം ചെയ്യുന്നവന്മാരെ കാണുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ കൊണ്ട് നമ്മൾ വിളിച്ചു പോകും. ഓക്കെ, അത് തെറ്റല്ല ഒരിക്കലും. പക്ഷെ പ്രധാനമന്ത്രിയൊക്കെ ഇങ്ങനെ പറയാൻ മാത്രം അങ്ങേര് എന്നാ ചെയ്ത് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അങ്ങേരെന്തോ ഏതോ പെമ്പിള്ളാരൊക്കെ എന്തൊക്കെ ചെയ്തതുപോലെയാണ് നിന്റെയൊക്കെ പറച്ചിൽ, അല്ലെങ്കിൽ മറ്റെന്തോ അപരാധം ചെയ്തതുപോലെയൊക്കെയാണ് പറച്ചിൽ. ഓക്കെ, ഒരു കാര്യമില്ലാണ്ട് ചുമ്മാ ആവശ്യമില്ലാതെ അപരാധം വിളിക്കുക, തന്തയ്ക്ക് വിളിക്കുക, തന്തയ്ക്ക് വിളിക്കുക, പെണ്ണിനെ വെച്ച് കൂട്ടിച്ചേർത്ത് പറയുക, തമ്പാക്ക ചുരുട്ടി വെച്ചിരിക്കുക പറയുക. നീ കണക്ക് ഷെഫീനെയും കണക്ക്. എന്തായാലും ജാൻമണി ദാസ് മുട്ടുമടക്കിയിട്ടുണ്ട്, കാണാം. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മളുടെ ഇവിടെ തന്നെ അല്ല, ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോ എന്റെ മലയാളം രീതി പറയാൻ അത് ശരിയാവട്ടില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജാൻബ എങ്ങനെയാണ്, ഇതാ ശരിയില്ലാത്തതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുക കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കായിട്ടില്ല. കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി and from India, from Kerala, everywhere it was coming. So എനിക്ക് സെറ്റപ്പ് എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല ഞാൻ
ബേസിക്കലി നമ്മളുടെ PMക്ക് ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല, ഞാൻ I was just asking how can one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. And that one's become like very much viral and people are very much angry, and I never thought like I want to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റപ്പറ്റുന്നുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയണമെന്നുണ്ടോ, കാരണം എനിക്ക് ചെറിയ കുട്ടി വിചാരിച്ച് നിങ്ങളെ ക്ഷമിക്കണം, കാരണം ഇതെന്റെ മേലിലേക്ക് എനിക്ക് പറയാനോ ഒന്നുമില്ല, അതുണ്ടാവില്ലേ. പിന്നെ അപ്പൊ ഞാൻ ഈ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആരൊക്കെ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കോണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. സോ അതിനെ കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയിട്ട് എല്ലാവരും പറയാം ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചെക്ക് ബിഫോർ ഐ വാസ് ഗിവിംഗ് എനി സ്റ്റേറ്റ്മെന്റ്. സോ എനിക്ക് വളരെ വിഷമം വന്ന പിന്നെ ഞാൻ നോക്കിയിട്ട് അനുസരിച്ച് അത് ഞാൻ ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഞാനൊരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനി വൺ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇറ്റ് വാസ് ജസ്റ്റ് randomly സംസാരിച്ച് അതാണ് അതിലെ ഈ കാര്യം പറഞ്ഞത്. പക്ഷെ അത് പോസ്റ്റ് എങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയാ പോയത് അതെനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല, കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറില്ല. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ എം റിയലി സോറി. സോ എന്റെ ഫ്രണ്ട്സ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഫോർ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതവിടെ തമാശയായിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. അതെ അതെ, വളരെയധികം തമാശയോടാണ് നമ്മൾ എടുത്തത്. പ്രധാനമന്ത്രി തമ്പാക്കം കറ്റി വെച്ചിരിക്കുന്നത് വളരെയധികം തമാശയോട് കൂടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ജന്മണി ദാസ് ലിയോദാസ് കളിക്കില്ലേ ലിയോദാസ് ആ കളി കളിക്കാൻ നിൽക്കില്ലേ, മൂഞ്ചത്തേ ഉള്ളൂ. എന്തായാലും മുട്ടു മടക്കി മൂഞ്ചിയെന്ന് മനസ്സിലായി. ഇനി അടപടലം തേഞ്ഞൊട്ടും. അതിന് മുന്നേ ഒരു മാപ്പൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ച് ഇടയിൽ വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ഒന്നുമില്ല. ഇനി നമ്മുടെ മറുനാടൻ മലയാളി ഷഫീന ബീബിയുടെ ഒരു കോണ്ടന്റ് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു തെറിവിളിയെ പറ്റിയിട്ട്. അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാം. നിങ്ങൾ മൊത്തമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക, കേട്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. സത്യം പറഞ്ഞാൽ ഷഫീന ബീബിയൊക്കെ ഇപ്പം എന്തു പറയാ, ഞാനും തെറി വിളിക്കാറുണ്ട്. എവിടെ എങ്ങനെ എപ്പോൾ വിളിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലേ. തെറി വിളിക്കുന്ന അഭിമാനത്തോട് പറയുകയല്ല. പക്ഷെ ചില കണ്ടന്റുകൾ അതിൽ നീ പറഞ്ഞാൽ കറക്റ്റാണ്, വിളിക്കേണ്ടവരെ നീ വിളിച്ചിട്ടുള്ളൂ എന്ന് എൻ്റെ കമന്റ് ബോക്സിൽ തന്നെ ആൾക്കാർ പറയാറുണ്ട്. അല്ലാണ്ട് ചുമ്മാ ഇരിക്കുന്ന പ്രധാനമന്ത്രിക്കാരായിട്ട് പൂരത്തെറി വിളിച്ചിട്ട് വൈറലാവാൻ മാത്രം മന്ദബുദ്ധിയൊന്നുമല്ല ഞാൻ. ഇതെന്തുവാടേ ജാൻമണി ദാസ് എന്ന് പറയുന്നത് തമ്പാക്കം കയറ്റിച്ച് നിങ്ങൾക്ക് അങ്ങനെ തന്തേ പോലെ അറിഞ്ഞു വിടുന്നു ആ ഒരു സെറ്റപ്പ്. അപ്പോൾ അടുത്ത് ഷെഫീന പറഞ്ഞാൽ പൂരത്തെറി വിളി അപരാധം, കാട്ടപരാധം. ഒന്നും പറയാല്ല, അത് മൊത്തം മ്യൂട്ട് അടിച്ചതാ. അത് മ്യൂട്ട് അടിക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, നിങ്ങളൊക്കെ എവിടെയെങ്കിലും പബ്ലിക്കിൽ ഇരുന്ന് കേൾക്കുകയാണെങ്കിലുള്ള അവസ്ഥ. ഇനി മറുനാടൻ പറയുന്നത് കേട്ടു നോക്കാം. പക്ഷെ ചിലരെയൊക്കെ അവഗണിച്ചാലും അവർ നമ്മളുടെ സ്ക്രോളിലേക്ക് കയറി വരും. അത്തരത്തിലൊരു സ്ത്രീയാണ് ഷഫീന ബീവി എന്ന ഒരു യൂട്യൂബർ. അവർ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ല. ആരെക്കുറിച്ചും എന്തും പറയാം എന്നാണ് അവരുടെ ധാരണ. കഴിഞ്ഞ ദിവസം അവരൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദൃശ്യം അവർ തന്നെ പുറത്തുവിട്ടു. ഇറങ്ങി ഓടും, തിരിച്ചു വരും, ടോയ്ലറ്റിൽ പോകും, മുള്ളുന്നതിൻ്റെ റെക്കോർഡ് ചെയ്യണമെന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വീഡിയോ ആണ് അവരുടേത്. ഇത്തരത്തിൽ എന്ത് വൃത്തികേടും എന്ത് കോപ്രായവും പറയുന്ന ഇവർ നിരവധി തവണ പലതരത്തിലുള്ള വിമർശനങ്ങൾക്കിടയായിട്ടുണ്ട്. നടി മഞ്ജു പിള്ളയുടെ മകളുടെ വസ്ത്രധാരണത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ ചെയ്തൊരു വീഡിയോയുടെ പേരിൽ രഞ്ജിനി ഹരിദാസും ഭാഗ്യലക്ഷ്മിയും ഒക്കെ രംഗത്ത് വന്നിരുന്നു. രഞ്ജിനി ഹരിദാസ് പറഞ്ഞത്, കൊല്ലുന്നത് നിയമപരമാക്കിയാൽ താൻ ആദ്യം കൊല്ലുന്നവരിൽ ഒരാൾ ഈ ഷഫീന ബീവിയാണെന്നാണ്. മതം വിട്ടതിൻ്റെ പേരിൽ തൻ്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നു, അവരുടെ അടുത്ത് പോയി സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറഞ്ഞ് ജാമിദ ടീച്ചർ ഈ ഷഫീന ബീവിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. രേണുസുധിക്കെതിരെ അവർ നിരന്തരമായി എന്തൊക്കെയോ പറയുകയോ, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ രേണുസുധി വേറെന്തോ പണിക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് നിരന്തരം അപമാനിക്കുന്നത് ഇവരുടെ രീതിയായിരുന്നു. ഈ രേണുസുധിയുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പുറത്താണ് ഞാൻ വല്ലപ്പോഴുമൊക്കെ ഇവരെ ശ്രദ്ധിച്ചത്. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്നവരായതുകൊണ്ട് ചിരി മാത്രമേ വന്നിട്ടുള്ളൂ. എന്തായാലും രേണുസുധിയുടെ പരാതിയുടെ പുറത്ത് ഷഫീന ബീവിയുടെ കൂട്ടുകാരൻ ദിലീഷ് അങ്ങനെ ആരോ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് വാർത്തയും കേട്ടു. എന്തായാലും ഇക്കൂട്ടർ സോഷ്യൽ മീഡിയയെ മറ്റൊരു ലോകമാക്കി മാറ്റി വൃത്തികേടുകൾ പറഞ്ഞ് പൊളിച്ച് രസിച്ച് ജീവിക്കുകയാണ്. ഇവർക്കെതിരെയൊക്കെ നിയമ നടപടികൾ എടുക്കാൻ പരിമിതികളുണ്ട്. ഒന്ന്, നമ്മുടെ ഭരണഘടന നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, അതിനെ കൈകാര്യം ചെയ്യാൻ ഒരുപാട് പരിമിതികളുണ്ട്. രണ്ട്, അവഗണിക്കേണ്ടവർക്കെതിരെ
കേസെടുത്ത് പോലീസിന് സമയം കളയേണ്ടതുമില്ല. ഈ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ഇവർ അതിരുവിട്ട് തോന്നിയാസങ്ങൾ പറയുമ്പോൾ എങ്ങനെ അവഗണിക്കാൻ കഴിയും? ഇന്നലെ എനിക്ക് ഒരാൾ ഇവരുടെ ക്ലബ് ഹൗസിലെ ഒരു പെർഫോമൻസ് അയച്ചു തന്നു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇത് ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാം, പക്ഷെ ഒരു കാര്യവുമില്ല. അതിൽ 90% ബീപ്പ് ചെയ്യേണ്ടി വരും. അത്രമാത്രം അശ്ലീല വാക്കുകൾ അവർ മോദിയെ ഉപയോഗിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊരു ഫാഷനാണ് മോദിയെ തെറി പറയുക, അതിൽ ആനന്ദം കണ്ടെത്തുക. വാസ്തവത്തിൽ ഞാനതിനെ നമ്മുടെ ജനാധിപത്യത്തിന് വിജയമായാണ് കാണുന്നത്. മോദി ഒരു ഫാസിസ്റ്റ് ആണെന്നും മോദിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ പിടിച്ച് ജയിലിലിടുമെന്നൊക്കെ പറയുന്നിടത്താണ് മോദി CJPയുടെ പ്രക്ഷോഭത്തെ തുടർന്ന് ഒരു മന്ത്രിയെ തന്നെ രാജിവയ്പ്പിക്കുന്നത്. ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് സകലരും മോദിയെ ചീത്ത വിളിക്കുന്നത്. ഈ സ്ത്രീ പച്ചത്തെറി. അവർ പറയുന്നത് മോദിയെ കണ്ടാൽ ഞാൻ കൊല്ലും, മോദി എൻ്റെ മുമ്പിലെങ്കിലും വന്ന് പെടരുത്, എൻ്റെ മുമ്പിലെങ്ങാനും വന്നാൽ ഞാൻ അപ്പോൾ തന്നെ കൈകാര്യം ചെയ്യും, ഞാൻ അവർക്ക് അവസരം കിട്ടിയ കൊല്ലും, വൃത്തികെട്ടവൻ എന്ന് പറയുന്ന പറയാത്ത തെറികളൊന്നുമില്ല. ഒരു സെൻറ്റൻസിൽ 10 വാക്കുണ്ടെങ്കിൽ 7 വാക്കും തെറിയാണ്. സ്ത്രീ ഒരു പബ്ലിക് ഫോറത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, അത് പറഞ്ഞോളൂ. മോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചോളൂ, സംഘി എന്ന് വിളിച്ചോളൂ. പക്ഷേ പ്രധാനമന്ത്രിയെ പച്ചത്തെറി വിളിക്കുക, കണ്ടാൽ കൊല്ലൂ എന്ന് പറയുക, കണ്ടാൽ അടിക്കുമെന്ന് പറയുക, ഇതൊക്കെ ഏതുതരം ജനാധിപത്യ ബോധമാണ്? എന്തുതരം മനസ്സാണ്? ഇത്തരക്കാരെ എങ്ങനെ വിശ്വസിച്ച് ഈ രാജ്യം മുമ്പോട്ട് പോകും? മോദിയെ കണ്ടാൽ അവർ ചൊറിയുമെന്നൊക്കെ പറയുന്നത് മോദിയുടെ സെക്യൂരിറ്റിക്കാരൻ യന്ത്രത്തോക്കും കൊണ്ട് നിൽക്കുന്ന വെറുതെയല്ല. അതവിടെ നിൽക്കട്ടെ, ചൊറിയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടോ? ഇവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊല്ലണം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തല്ലണം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പച്ചയ്ക്ക് തെറി വിളിക്കണം. ഇതെന്ത് തരം ജനാധിപത്യമാണ്? ഈ ജനാധിപത്യത്തിന് എന്ത് പേരിട്ട് വിളിക്കണം? ഇവർക്കെതിരെ കേസെടുക്കാനും ജയിലിലടയ്ക്കാനും നിയമമില്ലേ? ഇവരൊരു ഭിന്നശേഷിക്കാരിയാണെന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ അതിരുവിട്ട് പറയുമ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമമില്ലേ? എനിക്ക് മനസ്സിലാവുന്നേയില്ല. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, പക്ഷെ എന്തെല്ലാം വൃത്തികേടുകളാണ് പറയുന്നത്. കൂട്ടിക്കൊടുപ്പുകാരൻ, വൃത്തികെട്ടവൻ, അമ്മയെ പറ്റിച്ച് എന്തെല്ലാമാണ് പറയുന്നത്. ഇതൊന്നും നിയന്ത്രിക്കാൻ നമ്മുടെ നാട്ടിൽ നിയമമില്ലെങ്കിൽ സങ്കടമാണ്. വളരെ കഷ്ടമെന്നല്ലത് ഒന്നും പറയാനില്ല. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഫാഷനായി മാറുന്നത്? കേരളത്തിൽ മാത്രം ഇത്രമാത്രം മോദി വിരോധം എങ്ങനെയാണ് വരുന്നത്? ജാൻമണി എന്ന പേരിലൊരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് കഴിഞ്ഞ ദിവസം എന്തൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടു. മോദിയുടെ അച്ഛൻ മരിച്ചു 3 വർഷം കഴിഞ്ഞാണ് മോദി ഉണ്ടായത്, 3 വർഷമായിരുന്നു അമ്മയുടെ ഗർഭം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതിനെതിരെ പരാതിയുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് അതിര് കവിഞ്ഞു പോകുന്നതാണ് ഈ വൃത്തികെട്ട തെറിവിളി, ഈ കൊലപാതക ഭീഷണി. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവന്നേ മതിയാവും. ഇങ്ങനെ പോയാൽ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം, എന്ത് ക്രിമിനൽ കുറ്റവും ചെയ്യാവുന്ന അവസ്ഥ മാറണം. ഒന്ന്, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്ന പലരുടെയും അഡ്രസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവരുടെ ഒന്നും പേര് നമുക്കറിയാൻ പറ്റില്ല, ഇവരുടെ ഒന്നും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിർബന്ധമായും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുന്നവർ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്ന് നിയമം കൊണ്ടുവരണം. യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും അക്കൗണ്ട് തുറക്കണമെങ്കിൽ കൃത്യമായി ആധാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐഡന്റിറ്റി കാർഡോ, ഒറിജിനൽ ഐഡന്റിറ്റി കാർഡോ നിർബന്ധമായും ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ ആർക്കും ഈ കള്ളപ്പേരിൽ വന്ന് ആരെയും അപമാനിക്കാം. പലപ്പോഴും ഈ വ്യാജ പേരിലാണ് പലരും വരുന്നത് നിയമത്തെ മറികടക്കാൻ വേണ്ടി. എന്ത് തോന്നിയാസം ഇവർ വിളിച്ച് പറയുന്നു. ഈ തോന്നിയാസങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് കടക്കുമ്പോൾ രാജ്യത്തിൻ്റെ സ്വസ്ഥത കെടും. ഇത് അവസാനിപ്പിച്ചാൽ മതിയാവും. ഇത്തരത്തിലുള്ള വൃത്തികെട്ട ജന്മങ്ങളെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നിയമനിർമ്മാണം ആവശ്യമാണ്. ഉത്തരവാദിത്വമില്ലാത്തവരാരും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ആരെയും വിളിച്ച് പറയണ്ട. ഈ സ്ത്രീക്കെതിരെ കേസെടുത്തേ മതിയാവും. മോദി വിമർശനാതീതനൊന്നുമല്ല, മോദിയെ വിമർശിക്കാം, പക്ഷേ രാജ്യത്തിന് പ്രധാനമന്ത്രിയെ പദവി ആദരിക്കണം. വിമർശനം എങ്ങനെയല്ല. ഇവർക്കെതിരെ നിർബന്ധമായും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കണം. ഓക്കെ, മറുനാടൻ പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. എനിക്കിതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പം തെറി വിളിച്ച് ഇതെന്തുവാ പ്രധാനമന്ത്രിയൊക്കെ ചുമ്മാരിക്കണം, പ്രധാനമന്ത്രിയൊക്കെ അന്തരേക്കും വിളിച്ച് കണ്ട മറ്റേ അങ്ങേരൊന്ന് അപരാധിക്കാൻ പോയതുപോലെയൊക്കെയുള്ള വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുക. ഇവർക്കത് എഴുതിലേക്ക് ഉറപ്പായിട്ട് നടപടി എടുക്കണം. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ഭരണത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ തമിഴ്നാട് CM ദളപതി വിജയ് ആകണമെന്ന് ആഗ്രഹമുള്ള എത്രയെങ്കിലും പേരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കേൾക്കും. കേട്ട് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യും.